എല്ലാവർക്കും നമസ്കാരം. ഡബ്ല്യു മല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൃപാസന സംബന്ധമായിട്ടുള്ള ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് നമ്മുടെ കൃപാസനത്തെ കുറിച്ച് ഒരു ഔട്ട്യോച്ചുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. കൃപാസന ഉടമ്പടി നമ്മൾ സാധാരണ എല്ലാവരും എടുക്കുന്നതാണ്. കൃപാസനത്തിൽ പോയിട്ട് നമ്മൾ ഉടമ്പടി ശുശ്രൂഷകളിലും അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. 90 ദിവസം നമ്മൾക്ക് നീണ്ടു നിൽക്കുന്ന ആ ഒരു വലിയൊരു പ്രോസസ്സ് അല്ലെങ്കിൽ വലിയൊരു പ്രാർത്ഥനാ നിയോഗമാണ് ആക്ച്വലി ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെ 3 മാസത്തേക്ക് നമ്മൾ എടുക്കുന്ന ഉടമ്പടി പലർക്കും ഒരു പക്ഷേ ചിലരൊക്കെ അത് ഇടയ്ക്ക് വെച്ച് നിർത്തി പാലിച്ചു പോകാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ എത്തുന്ന ഒരവസ്ഥകളും നമ്മൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഒരാൾ ഡൗട്ട് ചോദിച്ചത്. അവരുടെ ഉടമ്പടി ഏകദേശം ഒരു മാസത്തോളം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരികയും ആ ഉടമ്പടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാത്ത രീതിയിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ കൃപാസന ഉടമ്പടി നമ്മൾ ഇടയ്ക്ക് വെച്ച് നമുക്ക് പ്രാർത്ഥനകൾ ചൊല്ലാൻ പറ്റാതെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയക്കുറവ് മൂലം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും റീസൺ കൊണ്ടോ പർട്ടിക്കുലർ റീസൺ ഇപ്പൊ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ പല റീസൺസ് നമുക്ക് വരാറുണ്ട്. അപ്പൊ ഏതെങ്കിലും റീസൺസിൽ നമ്മൾ അങ്ങനെ കൃപാസന ഉടമ്പടി നമ്മൾ ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയി 3-4 ദിവസം ചൊല്ലിയില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ കൃപാസന ഉടമ്പടി അവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം. ആക്ച്വലി അല്ലാതെ നമ്മൾ 3 ദിവസമൊക്കെ പ്രാർത്ഥന ചെല്ലാതിരുന്നിട്ട് വീണ്ടും ഉടമ്പടിയിലേക്ക് കയറുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഉടമ്പടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടമ്പടി ആ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ആ 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് പാലിച്ചു പോകണം എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ ഒരു ദിവസം പ്രാർത്ഥനയിലിട്ട് വേറെ ദിവസം പ്രാർത്ഥന ചെല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ട് വീണ്ടും ഉടമ്പടിയിലേക്ക് കയറുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉടമ്പടി ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ഉടമ്പടിയിലേക്ക് കയറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. ക്ലാസ്സുകളിൽ അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഉടമ്പടി ചെല്ലാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ നിന്ന് ഇറങ്ങുക തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഉടമ്പടി നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും വരുന്ന റീസൺസ് പല റീസൺസ് ഉണ്ടാവും. പല പ്രലോഭനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് സാധാരണ ഉടമ്പടിയിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിലുള്ള. അപ്പൊ മാക്സിമം അതുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് നമ്മൾ ഉടമ്പടി പൂർണ്ണമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ ഉത്തരവാദിത്തം. കാരണം നമ്മൾ അൾത്താരയുടെ മുന്നിൽ നിന്ന് നമ്മളെടുത്ത് പ്രതിജ്ഞ ചെയ്ത് നമ്മളെടുത്ത് ഇറങ്ങുന്ന ഉടമ്പടിയാണ്. അപ്പൊ ആ ഉടമ്പടി പാലിച്ച് ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആക്ച്വലി. അല്ലാതെ ഇടയ്ക്ക് വെച്ച് നിർത്തി ഉടമ്പടി ഉപേക്ഷിച്ച് പോകുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്കത് ഒരു പക്ഷേ നെഗറ്റീവായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകം ഓർക്കുക, ഉടമ്പടി എടുക്കുന്നവർ പൂർണ്ണമായിട്ടും 3 മാസത്തേക്ക് തന്നെ ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി പൂർണ്ണമായിട്ട് പാലിച്ചു പോകാനും അതിനോടനുബന്ധിച്ച് വരുന്ന നിബന്ധനകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഉടമ്പടി പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടി പൂർണ്ണമായിട്ട് വിട്ടിറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ഉടമ്പടി പുതുക്കിയെടുത്ത് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അല്ലാതെ 3-4 ദിവസങ്ങളിൽ പ്രാർത്ഥന ചെല്ലോ അല്ലെങ്കിൽ ഉടമ്പടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ വീണ്ടും ഉടമ്പടിയിലേക്ക് തിരിച്ചു വരുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകം ഓർക്കുക. അപ്പൊ നമ്മുടെ ഉടമ്പടി സംബന്ധമായിട്ടുള്ള ചെറിയ ഡൗട്ടുകൾ നമ്മുടെ ഫോളോവേഴ്സോ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരൊക്കെ ചോദിക്കുമ്പോൾ യൂട്യൂബിലോട് വന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് അതിനുള്ള അധികാര കാരണം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ നമ്മൾ ഉടമ്പടിയുടെ ക്ലാസ്സുകൾ 3-4 പ്രാവശ്യമൊക്കെ അറ്റൻഡ് ചെയ്തതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയ അറിവ് വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ താഴെ വന്നിട്ട് നമുക്ക് ഇതിന് പ്രത്യേക അധികാരം ഉണ്ടെന്ന് വെച്ചിട്ട് മെസ്സേജ് ഇടുന്ന കാര്യമൊന്നുമില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് പറയണോ അല്ലെങ്കിൽ ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചോദിച്ച കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തത കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എല്ലാവരും കൃപാസന മാതാവിന് അനുഗ്രഹം ഉണ്ടാവട്ടെ. കൃപാസന മാതാവിന് ഉടമ്പടി പുസ്തകം എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. ദിസ് ഇസ് ജാസ്മിൻ ലോയ്സ് സൈനിങ് ഓഫ്. ഡബ്ല്യു മല്ലു വേൾഡ്.